Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shikas Cafe. ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ല, ഇന്ന് ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ മൺചട്ടി എങ്ങനെ പെട്ടെന്ന് മയക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൺചട്ടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ചട്ടീൻ്റെ ഉൾഭാഗം നന്നായിട്ട് സ്പോഞ്ച് വെച്ചൊന്ന് ഉരച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഉരച്ച് കൊടുക്കാൻ. ഇത് ഈ ചട്ടിൻ്റെ ഉള്ളിലുള്ള ആ മണ്ണിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടലമാവ് വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയ മൺചട്ടി കഴുകുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിഷ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്. അത് ഈ മൺചട്ടി വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ കടലമാവ് ഇട്ടുകൊണ്ട് നമ്മൾ മൺചട്ടി കഴുകുന്നതാണ് നല്ലത്. ഈ ചട്ടീൻ്റെ പുറം ഭാഗം ഞാൻ കടലമാവ് വെച്ച് തന്നെയാണ് ഉരച്ച് കഴുകുന്നത്. നമ്മൾ ഈ ചട്ടിയിൽ മെറ്റലിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കേണ്ട, സാധാ സ്പോഞ്ച് വെച്ചിട്ട് ഉരച്ച് കഴുകിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ആ മണ്ണിൻ്റെ കളറൊക്കെ ഇളകി വന്നിട്ടുള്ളത്. നമ്മൾ കടലമാവ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ കളറ് പെട്ടെന്ന് ഇളകി വരും. ഇനി ഈ ചട്ടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചട്ടി ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ചട്ടി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചട്ടി നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഈ ചട്ടിയിൽ എത്ര ഭാഗത്തോളം കറി വെക്കും അത്രയും ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന ഏത് ചായപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1 കിലോ മീനൊക്കെ ഇട്ട് വെക്കുന്ന ചട്ടി ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറിയ ചട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളക്കുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത്. അപ്പോൾ ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടൂല. ഏകദേശം ഈ വെള്ളം ഒരു പകുതി ആകുന്നത് വരെ നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. മൺചട്ടി മയക്കിയെടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് ഇതേപോലെ ചായപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉമിയൊക്കെ ഇട്ടിട്ടാണ് ചട്ടി മയക്കിയെടുക്കാറ്. പിന്നെ അതേപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ചട്ടി മയക്കിയെടുക്കാറുണ്ട്. ഉള്ളി വഴറ്റിയിട്ട് മൺചട്ടി വഴറ്റിയെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതും അതേപോലെ ചട്ടി പെട്ടെന്ന് മയങ്ങി കിട്ടിയിട്ടുള്ളതും ഇതേപോലെ ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുത്തപ്പോഴാണ്. നമ്മുടെ തേയില വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഞാനൊരു പകുതി ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് ഇത് തിളപ്പിച്ച് വെച്ചത്. ഇപ്പോൾ രാവിലെയാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. ഞാൻ ആ ചായപ്പൊടി വെള്ളം ഒഴിവാക്കിയിട്ട് വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതാണ്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണ് കടലമാവ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ചട്ടി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചട്ടി നന്നായി മയങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇപ്പോൾ തന്നെ കറിയൊക്കെ വെക്കാം കേട്ടോ. നന്നായി മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇപ്പോൾ ഇതിൽ കറിയൊന്നും വെക്കണില്ല എന്നുണ്ടെങ്കിൽ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു രീതിയിൽ മൺചട്ടി മയക്കിയെടുക്കാൻ എളുപ്പമല്ലേ. നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മൺചട്ടി മയക്കിയെടുക്കാം. പുതിയ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് മയക്കിയെടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടും അതേപോലെ ഉമ്മി ഇട്ടിട്ടൊക്കെ മയക്കിയെടുക്കുന്നതിലേറെ ഈസിയാണ് ഇതേപോലെ ചായപ്പൊടി വെള്ളം വെച്ചിട്ട് നമ്മൾ മയക്കിയെടുക്കുന്നത്. മണ്ണിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല. നമുക്ക് അപ്പം തന്നെ ഇതിൽ കറിയൊക്കെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ രീതിയിൽ മൺചട്ടി മയക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്